വെടിനിർത്തലിനിടെ ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം. ആക്രമണത്തിൽ 200ഓളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസ സിറ്റിയിലും റഫായിലും ഖാൻ യൂനിസിലുമാണ് ആക്രമണം നടന്നത്. വിവരങ്ങളുമായി രഞ്ജിൽ രാജാണ് ചേരുന്നത്. രഞ്ജിൽ, ഇപ്പോൾ 200-ലധികം ആയി മരണസംഖ്യ എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നത് എത്രത്തോളം ശരിയാണ്? കാളിദാസ്, ഇപ്പോൾ ഈ ഒരു ഗാസയിൽ നിന്നും ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരു വ്യോമാക്രമണമാണ്. നമുക്കറിയാം, ഈ ഒരു ഗാസ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഈ ഒരു ജനുവരി 19 ശേഷം ഈ ഒരു വെടിനിർത്തൽ കരാറൊക്കെ നിലവിൽ വന്നിരുന്നു. അതിനുശേഷം ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ അവസാനിച്ച് രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത്. അതും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഗാസയിൽ ഇപ്പോൾ നിലവിൽ ഗാസയിൽ അനുഭവപ്പെട്ട ഏറ്റവും വലിയൊരു വ്യോമാക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ 200-ലധികം ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിലും കൂടുതൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആളുകളാണ് മരിച്ചിരിക്കുന്നത്. ഇതിൽ ഇസ്രായേൽ പറയുന്ന ഒരു വാദം, അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത്, അവർ ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് ഹമാസിന്റെ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു, അല്ലെങ്കിൽ ഹമാസിനെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. പക്ഷേ അതിൽ കൊല്ലപ്പെട്ടത് നിരവധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു ഇസ്രായേലിന്റെ വാദം ഇത്തരത്തിൽ ഹമാസിനെ കേന്ദ്രീകരിച്ചായിരുന്നു വെടിനിർത്തൽ എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു ഗാസയിൽ ജനവാസ മേഖലയിലേക്കാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ലേസർ ബോംബുകൾ ഉൾപ്പെടെയാണ് ഈ ഒരു ആക്രമണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണത്തിൽ ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയും ഏറെയാണ്. ഈ ഒരു നിലവിൽ ഇപ്പോൾ ഗാസയിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആശുപത്രികളെല്ലാം തിങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ആളുകളെ കൊണ്ട് ആശുപത്രികളെല്ലാം നിറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിലും കൂടുതൽ സ്ത്രീകളും കുട്ടികളും തന്നെയാണെന്നാണ് എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും നമുക്കറിയാം, ജനുവരി 19 ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാറിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാർ നിലവിൽ വന്നിരുന്നു. പക്ഷേ അതിന്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഇസ്രായേൽ പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത്, ഹമാസ് ഇത്തരത്തിൽ ബന്ദികളെ കൈമാറുന്നതിലായ ഒരു വീഴ്ച ഹമാസിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു, അല്ലെങ്കിൽ അവർ അതിന് വിസമ്മതിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നൊരു വാദം കൂടി ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആക്രമണം നടത്താൻ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇസ്രായേലിന് ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ഒരു വാദവും അവർ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്നുള്ള ഒരു വിവരവും പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഒരു ആക്രമണം നടത്തിയതിന് പിന്നിൽ അമേരിക്കയുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു, അവരുടെ കൂടിയും അറിവോടെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതെന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഗാസയിൽ സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു വ്യോമാക്രമണം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ 200-ലധികം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കൊല്ലപ്പെട്ടവരെ കണക്ക് എന്ന് പറയുന്നത് ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ 200 പേര് എന്നുള്ള ഒരു കണക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇനിയും കണക്കുകൾ പുറത്തു വരാനുണ്ട്. അതുകൊണ്ട് തന്നെ മരണം ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പരിക്കേറ്റവരുടെ എണ്ണവും കൂടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്.